മലപ്പുറം കാട്ടുങ്ങലിലെ സ്വർണ്ണ കവർച്ചയിൽ വൻ ട്വിസ്റ്റ്. പരാതിക്കാരന്റെ നാടകമാണ് സ്വർണ്ണ കവർച്ചയെന്ന് തെളിഞ്ഞു. ആക്രമിക്കപ്പെട്ട ശിവേഷ് തന്നെയാണ് ബന്ധുവുമായി ചേർന്ന് കവർച്ച ആസൂത്രണം ചെയ്തത്. പരാതിക്കാരനായ തിരൂർക്കാട് സ്വദേശി ശിവേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നഷ്ടമായെന്ന് പറയുന്ന സ്വർണവും ശിവേഷിന്റെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ചെറിയ വില, വലിയ സെലക്ഷൻ. എടപ്പാളിന്റെ മനസ്സറിഞ്ഞ ആത്മബന്ധം. സാറ സിൽക്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. മഞ്ചേരിയിൽ ജ്വല്ലറി ജീവനക്കാരെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തത് ആക്രമിക്കപ്പെട്ട ശിവേഷ് നടത്തിയ ആസൂത്രണമായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ജ്യേഷ്ഠനും അനുജനും ചേർന്നാണ് കവർച്ച ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതുമെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. സ്വർണം നഷ്ടമായ നിഖില ബാങ്കിൾസിലെ ജീവനക്കാരനായ ശിവേഷിനെയും സഹോദരൻ ബെൻസുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ മൂന്നാമതൊരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ വൈകി നടന്ന ഒരു ഗോൾഡ് റോബറി, അപ്പോൾ അത് ഇന്നലെ തന്നെ ഡിറ്റക്റ്റ് ആക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു 6:30 ആ സമയത്ത് നടന്നിരുന്ന റോബറിയിൽ ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിക്കവറി നടപടികളടക്കമുള്ള കാര്യങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 പ്രതികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇതിൻ്റെ കാരിയറായിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. പിന്നെ അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 2 പേരും കൂടിയുണ്ട്. അതിലൊരു ബെൻസുവിനെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മൂന്നാമതൊരാളെ നടപടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ കസ്റ്റഡിയിലുണ്ട്. നിഖില ബാങ്കിൾസിലെ ജീവനക്കാരനായ ശിവേഷിനെ സ്ഥാപനത്തിലെ സ്വർണം ജില്ലയിലെ മറ്റു വിവിധ ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചുവരുന്നതും കൃത്യമായി അറിയാമായിരുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഇയാൾ ആസൂത്രണം നടത്തി സഹോദരനായ ബെൻസുവിനെയും മറ്റു പ്രതികളെയും വിവരങ്ങൾ അറിയിച്ച ശേഷം കവർച്ചയ്ക്ക് പദ്ധതി തയ്യാറാക്കി. നോമ്പ് തുറക്കുന്ന സമയത്ത് റോഡിൽ വാഹനങ്ങളും ആളുകളും കുറവായതിനാൽ ഈ സമയത്ത് കവർച്ച നടത്താൻ തീരുമാനിച്ചു. സ്കൂട്ടറിൽ സ്വർണവുമായി വരുമ്പോൾ കടകളിൽ വെള്ളം കുടിക്കാൻ കയറി കൂട്ടുപ്രതികൾക്ക് സൗകര്യമൊരുക്കി ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് സ്കൂട്ടർ നിർത്തുകയും മറ്റു പ്രതികൾ സ്കൂട്ടർ മറിച്ചിട്ട് സ്വർണവുമായി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾ രക്ഷപ്പെടുന്നത് കണ്ട് സംശയം തോന്നിയ ഇരുമ്പുഴി സ്വദേശി മുഹമ്മദ് മുൻഷീർ പ്രതികളെ പിന്തുടർന്ന് ബൈക്കിന്റെ ഫോട്ടോ എടുത്ത് മഞ്ചേരി പോലീസിന് കൈമാറിയതാണ് കേസിൽ നിർണായകമായത്. ശനിയാഴ്ച രാത്രി 7 മണിയോടെയാണ് മലപ്പുറം കാട്ടുങ്ങലിൽ ജ്വല്ലറി ജീവനക്കാരെ ആക്രമിച്ച് 75 പവൻ സ്വർണം കവർന്നത്. ജ്വല്ലറി ജീവനക്കാരായ തിരൂർക്കാട് സ്വദേശി കടവത്ത് പറമ്പ് ശിവേഷ്, മഞ്ചേരി കിടങ്ങഴി ഷാപ്പുംകുന്ന് ചപ്പങ്ങത്തൊടി സുകുമാരൻ എന്നിവരെ ആക്രമിച്ചായിരുന്നു കവർച്ച. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആക്രമണത്തിനിരയായ ശിവേഷ് തന്നെയാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് തെളിഞ്ഞു. കൃത്യമായ ഇടപെടലിലൂടെ മണിക്കൂറുകൾക്കകം പോലീസ് പ്രതികളെ വലയിലാക്കുകയും നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടെത്തുകയും ചെയ്തു. കേരള വിഷൻ, മലപ്പുറം.